നമസ്കാരം. അഘോരവിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും അനുഭവത്തിൽ വരുന്ന ഒരു രാജയോഗത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നേടാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നിർഭാഗ്യവശാൽ എല്ലാവർക്കും അതിന് അവസരവും ഉണ്ടാവാറില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രം ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതിന് മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ചെയ്യാത്തവർ. അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ മാസവും കറുത്ത വാവിന്, അമാവാസിക്ക്, ശക്തയ പൂജ, പുഷ്പാഞ്ജലി ഇതൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ. നിങ്ങൾക്ക് പൂജയും പുഷ്പാഞ്ജലിയും ഉൾപ്പെടണമെങ്കിൽ എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്രവും പേരും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും പൂജയിൽ നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും. എഴുതി അയക്കുന്നവരെല്ലാവരെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അത് ഒരു 50 ആളെ പോലും നമ്മൾ ഒരു പൂജയിൽ ഉൾപ്പെടുത്തും. കമൻ്റ് ഇടുന്ന എത്ര ആളുണ്ടെങ്കിലും ഉൾപ്പെടുത്തി പൂജ ചെയ്യും. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ വിഷയം 2026 മെയ് 30 അപൂർവ രാജയോഗം ആകാശത്ത് തെളിയുകയാണ്. അപ്പോൾ ഒന്നല്ല അതിലും കൂടുതൽ രാജയോഗങ്ങൾ തെളിയുന്ന ഒരു സമയമായിരിക്കും മെയ് 30. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു സമയമായിട്ടായിരിക്കും നമ്മളിതിനെ കാണേണ്ടത്. ഇങ്ങനൊരു രാജയോഗം ഇവിടെ തെളിയാനിരിക്കെ എല്ലാ സൗഭാഗ്യങ്ങളും ഈ പറയുന്ന രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാവും എന്ന് തീർച്ചയാണ്. ഇതിന്റെ മുന്നോടിയായിട്ട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഇതൊന്നും അനുഭവത്തിൽ വരാറില്ല. പല രാജയോഗങ്ങളെ കുറിച്ചിട്ടും വീഡിയോ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ ചിലർക്കൊന്നും നമ്മുടെ കമന്റ് ബോക്സ് വായിക്കുമ്പോൾ ആൾക്കാരുടെ കമന്റ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നത് പലർക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനൊരു പോംവഴി, പരമാവധി നമുക്ക് അത് അനുഭവത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോംവഴിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം പരിഹാരങ്ങൾ ജ്യോത്സ്യന്മാർ പറയാറുണ്ട്. ആ വഴിപാട്, ഈ വഴിപാട് ഇതൊക്കെ നല്ലത് തന്നെയാണ്. അത് ചെയ്ത് മുന്നോട്ട് പോവുക. എന്നാൽ അതിൽ വലിയ ഒരു പുണ്യം കിട്ടുന്ന പല വഴിപാടല്ലാത്ത പല ഗുണങ്ങൾ, അനുഗ്രഹങ്ങളും കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് പാവപ്പെട്ട ആൾക്കാർ, അതായത് പാവപ്പെട്ടവർ പറഞ്ഞാൽ നമ്മളൊക്കെ പാവപ്പെട്ടവരാണ്, അല്ലാന്നല്ല, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, അതായത് നമ്മുടെ ഒരു അർഹതപ്പെട്ടവർ എന്നൊക്കെ പറയും നമ്മൾ. അർഹതപ്പെട്ടവർക്ക് ദാനധർമാദികൾ ചെറിയ രീതിയിൽ ചെയ്യുക. അത് നമുക്ക് സാധിക്കുന്ന രീതിയിൽ. ഒരാൾക്ക് നമ്മളെ കൊണ്ട് ഒരു മാസം 10 രൂപ കൊടുക്കാൻ സാധിക്കുള്ളൂ വെച്ചാൽ അത് ചെയ്താൽ മതി. അത് അർഹതപ്പെട്ട ആൾക്കാരിൽ എത്തിക്കണം എന്ന് മാത്രം. ചെറിയതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്കതിന് ചെയ്യാം. അതേപോലെ അനാഥ മന്ദിരങ്ങൾക്കൊക്കെ ദാനധർമാദികൾ ചെയ്യുക. അവിടെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള വഴി ചെയ്യുക. അതുപോലെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു തരത്തിലും അവരെ വിവാഹം കഴിച്ചയക്കാൻ ഒരു മാർഗമില്ലാതിരിക്കുന്ന രക്ഷിതാക്കളുടെ കണ്ണീര് ഒപ്പാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് അവർക്ക് 1 പവൻ സ്വർണം വാങ്ങിക്കാനുള്ള 1 ലക്ഷം രൂപയാണെങ്കിൽ അതിലേക്ക് ഒരു ചെറിയ സംഖ്യ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കൊടുക്കുക. ഈ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്ന വഴിപാടിനെക്കാട്ടും 1000 മടങ്ങ് ഫലം കിട്ടുന്ന പുണ്യകർമ്മങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് ഈ പുണ്യകർമ്മം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും താനേ വന്നുകൊള്ളും. ഈ പ്രകൃതി എല്ലാം കനിഞ്ഞ് നിങ്ങൾക്ക് നൽകും. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവരും ഇവിടെ തുല്യരാണ്. ദൈവത്തിന്റെ മുന്നിൽ പണക്കാരനെന്നോ പാമരനെന്നോ പണ്ഡിതനെന്നോ ഒന്നുമില്ല. എല്ലാം ദൈവത്തിന് മക്കളെ പോലെയാണ്.
എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ രാശിയിലേക്ക് കടക്കാം. കേരളത്തിലെ ജ്യോതിഷ വിശ്വാസങ്ങൾക്ക് ഇടയിൽ നിൽക്കുമ്പോൾ ഈ ഒരു യോഗം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ സാധിക്കുന്ന ഒരു സമയമായിരിക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾ എന്തിനു വേണ്ടി പുറപ്പെടുന്നുവോ അതിന് ഈ പറ്റിയ ഒരു സമയമായിരിക്കും ജൂൺ 30 ശേഷം അങ്ങോട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിജയങ്ങൾ കൊണ്ടുവരാൻ വളരെ വ്യക്തതയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ്. വളരെ വലിയ വിജയങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഈ കൂട്ടർക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ നിമിഷങ്ങളായിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരാനും ഈ രാശി നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അതിൽ ആദ്യത്തെ രാശിയാണ് ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, അര നക്ഷത്രക്കാർക്ക് ഈ ഒരു സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന സമയമായിരിക്കും. ഇവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഈ ഒരു സമയം അവർക്ക് ഏറ്റവും അനുകൂലമായ കാര്യങ്ങളായിരിക്കും നടന്നു കിട്ടുക. സാമ്പത്തിക അഭിവൃദ്ധി തന്നെയായിരിക്കും ഈ ഒരു യോഗത്തിന്റെ ഗുണമായി പറയുന്നത്. അതായത് ചന്ദ്രനും വ്യാഴവും ഒരുമിക്കുമ്പോൾ ഗജകേശ്വരി യോഗം ഉണ്ടാകുന്നു. അത് ഏറ്റവും അടുത്ത രാശിയിലാണെങ്കിൽ കർക്കിടകം രാശിയിലാവുമ്പോൾ അതിനേറ്റവും പവർ കൂടിയ ഒരു രാശിയാണ് ഈ രണ്ട് ഗ്രഹങ്ങൾക്കും. ചന്ദ്രന് തൻ്റെ സ്വക്ഷേത്രം അല്ലെങ്കിൽ മൂലക്ഷേത്രം എന്നൊക്കെ നമുക്ക് പറയാം. വ്യാഴത്തിന് അത് വ്യാഴത്തിന്റെ ഉച്ചക്ഷേത്രവും. ഈ രണ്ട് ഗ്രഹങ്ങൾക്കും ഏറ്റവും ബലം കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. ചന്ദ്രനും വ്യാഴവും പരസ്പരം കേന്ദ്രഭാവങ്ങളിൽ വന്നാൽ പോലും കേസരി യോഗം, ഗജകേശ്വരി യോഗം എന്നൊക്കെ ഉണ്ടാവും. ഈ ഒരു സമയം ഈ ഗജകേശ്വരി യോഗം രൂപപ്പെടും. ഇത് ഈ പറയുന്ന ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും അവർ ഏതു വഴി പോയാലും അവർക്ക് ഗുണങ്ങൾ കിട്ടും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ മാതിരി നമ്മളാൽ കഴിയുന്ന ദാനധർമാദികൾ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന് പാൽപായസം വഴിപാട് കഴിക്കുന്നതും ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അഭിവൃദ്ധി ഉണ്ടാക്കാൻ സഹായിക്കുന്നതായിരിക്കും. അടുത്ത രാശിയാണ് ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ഈ കൂറുകാർക്ക് ഈ ഗജകേശ്വരി യോഗം, ചന്ദ്രനും വ്യാഴവും ചേരുമ്പോൾ ഉണ്ടാകുന്ന കേസരി യോഗം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങൾ നൽകുന്ന ഒരു സമയമായിരിക്കും. ഏറ്റവും സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും. ഇവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവരെ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നുള്ളതാണ്. അത് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട. സാമ്പത്തിക അഭിവൃദ്ധി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പുതിയ വീട് വയ്ക്കുക, വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള യോഗം, വിദേശ യാത്ര നടത്താനുള്ള യോഗം, ഇതൊക്കെ ഇവരെ പിന്തുടർന്ന് വരുന്നതായിരിക്കും. എന്തായാലും മകം, പൂരം, ഉത്രം, കാൽ, ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയമായിരിക്കും. നിങ്ങൾ ദാനധർമാദികൾക്കൊപ്പം തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവനെ നല്ല രീതിയിൽ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുക, പാർവതി ദേവിക്ക് പട്ട്, താലി തുടങ്ങിയവ ചാർത്തുന്നതും അതുപോലെ പിൻവിളക്ക് കഴിപ്പിക്കുന്നതും ഏറെ ശുഭദായകമാണ്. എന്തായാലും അടുത്ത രാശിയിലേക്ക് പോകാം. അടുത്ത രാശി ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ഈ കൂറുകാർക്ക് ഈ ഗജകേശ്വരി യോഗം ജീവിതത്തിൽ ഏറ്റവും ഗുണദായകമായ അവസരങ്ങളായിരിക്കും കൊണ്ടെത്തിക്കുക. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടന്നു കിട്ടാനും ഒരു സാമ്പത്തിക അഭിവൃദ്ധി അതുമൂലം ഉണ്ടാകാനും ജോലിയിലൊക്കെ ഒരു കുതിച്ചു കയറ്റം കിട്ടാനും അനുകൂലമായ സമയമായിരിക്കും. വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ശമ്പളത്തിൽ വർധനവ്, ഗവൺമെന്റ് തലത്തിലൊക്കെ ഒരു ജോലി ലഭിക്കാൻ അനുകൂലമായ സമയമായിരിക്കും. അതുപോലെ PSC ഇങ്ങനെയുള്ള റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നവർക്ക് ഒരു വിളി വരാൻ, ഒരു ഗവൺമെന്റ് ജോലിക്ക് ജോബിനൊരു വിളി വരാനുള്ള സാഹചര്യം ഉണ്ടായി വരുന്നതാണ്. എന്തായാലും എല്ലാ സൗഭാഗ്യങ്ങളും ഈ ധനുരാശിക്കാർക്കും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാം ഈ പറഞ്ഞ ദാനധർമാദികളും ചെറിയ രീതിയിൽ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് വിഷ്ണു ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, പാൽപായസം വഴിപാട് കഴിപ്പിക്കുക, ഭാഗ്യസൂക്തം കഴിപ്പിക്കുക, അതുപോലെ തന്നെ ധന്വന്തരി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും ഇവരെ സംബന്ധിച്ച് നല്ല ആരോഗ്യമായിരിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. എല്ലാവർക്കും നന്ദി.